കണ്ണൂർ സീറ്റിൽ കെ സുധാകരനെ മത്സരിപ്പിക്കുന്നതിൽ നിർണായക സമവായ ചർച്ച ഡൽഹിയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, ഇനി ഒരു ചർച്ചയ്ക്കും സാധ്യതയില്ല എന്ന് സുധാകരനൊക്കെ പൊട്ടിത്തെറിച്ച് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഡൽഹിയിൽ ഇപ്പോഴും ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. കാരണം സുധാകരൻ ആരാണ് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും AICC-ക്ക്. രുചിഷ, സ്വാഭാവികമായും സുധാകരനെ ഈ മണിക്കൂറുകളിൽ ഇടഞ്ഞു നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കുക, പാർട്ടിക്കൊപ്പം നിർത്തുക, പാർട്ടിക്ക് അനുകൂലമായ തീരുമാനമെടുപ്പിക്കുക എന്ന നിലയിൽ തന്നെയാണ് ഈ ഘട്ടങ്ങളിലൊക്കെയും ചർച്ചകൾ പോരുന്നത്. നേതാക്കന്മാരൊക്കെയും അതിനുവേണ്ടിയാണ് ശ്രമം നടത്തുന്നതും. അദ്ദേഹം KC-യുമായി അവസാനം ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം തനിക്ക് തൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞത് ആ സമയത്തെ ഒരു ക്ഷോഭം എന്ന നിലയിൽ കൂടിയാണ് നമുക്ക് കാണേണ്ടത്. അത് ഫോണിൽ സംസാരിച്ച ഒരു വാചകം എന്ന നിലയിൽ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഒരു സുധാകരൻ പുറത്തേക്ക് പോകുന്ന തരത്തിൽ അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ കൂടെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ഈ പിടിവാശിയുമായി സുധാകരൻ നിൽക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ദൂഷ്യം ചെയ്യുമെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിക്ക് ബോധ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ അതിന് ഒരു ഇളവ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ തന്നെ നടക്കുകയാണ്. പല നേതാക്കളും, മുതിർന്ന നേതാക്കളും തിരിച്ച് കേരളത്തിലേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ പോലും അവരുമായൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും സുധാകരനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് പാർട്ടി നടത്തുന്നു. അതിനായി ഏത് തരത്തിലും അദ്ദേഹവുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഏതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സുധാകരനുമായി ഒരു ചർച്ചയ്ക്കുമില്ല എന്നൊക്കെ രാഹുൽ ഗാന്ധി നിലപാടെടുത്തിരുന്നു. പക്ഷേ ഒടുവിൽ മുട്ടുമടക്കുകയാണോ ഈ പ്രതിഷേധമൊക്കെ കാണുമ്പോൾ? കോൺഗ്രസിൻ്റെ നേതൃത്വം, ദേശീയ നേതൃത്വം അങ്ങനെ ഒരു നിലപാടാണ് ആദ്യം സ്വീകരിച്ച് MP-മാർ മത്സരിക്കേണ്ട എന്ന നിലപാട്. ആ നിലപാടാണ് ഉറച്ചു നിൽക്കുക. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകണം. ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടൊക്കെയും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദമാണ് പറയുന്നത്. അദ്ദേഹം KPC പ്രസിഡന്റ് മാറിയ സമയത്ത് അദ്ദേഹത്തിനൊരു വാഗ്ദാനം നൽകിയിരുന്നു പാർട്ടി എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം മറ്റു നേതാക്കൾ പറയുന്നത് ആ സമയത്ത് അദ്ദേഹത്തെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്ക് കൊണ്ടുവന്നിരുന്നു. പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇത്രയും നാളും പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ പ്രമാണിച്ച് അല്ലെങ്കിൽ അത് കരുതിക്കൊണ്ട് തന്നെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്ക്, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുധാകരനെ ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുമാറ്റി പാർട്ടിയുമായി ഇടഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കാതെ എന്ത് നിലപാടെടുത്തും അദ്ദേഹത്തിനോടൊപ്പം നിർത്താനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സുധാകരൻ്റെ കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഒരു സ്വാഭാവികമായി മറ്റൊരു രാഷ്ട്രീയമാണ്. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചാൽ അദ്ദേഹം ഏതെല്ലാം തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഒരു പ്രകോപന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ സാധ്യത കുറവാണ്. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തെ വഴങ്ങാൻ ഉള്ള നടപടിയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഒരുപക്ഷെ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതിന് ഒരുപക്ഷെ ശരത് ലാൽ കൂടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, അവസാനവട്ട ചർച്ചയാണ്. കാരണം നേരത്തെ രാവിലെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത് സുധാകരൻ പാർട്ടി വിട്ടു പോകുമെന്നൊന്നും കരുതുന്നില്ല എന്ന് പറയുന്നത് സുധാകരന് സീറ്റില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ശേഷമാണ്. ഇപ്പോൾ 11 മണി കഴിഞ്ഞു, ഇപ്പോഴും ആ പട്ടിക പുറത്ത് വരുന്നില്ല. കാരണം 11 മണിക്ക് വരേണ്ട ഒരു പട്ടികയായിരുന്നു, പക്ഷേ പട്ടിക പുറത്ത് വന്നിട്ടില്ല. അത് അവസാനവട്ട ചർച്ച നടക്കുന്നത് സുധാകരനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പാർട്ടി കടക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് സുധാകരൻ വഴിപിരിയുന്ന സാഹചര്യമായിരിക്കും. ആ സാഹചര്യം അത് എല്ലാ മണ്ഡലത്തിലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ഉറപ്പായ ശേഷം ഒരു വഴങ്ങലിന് AICC തയ്യാറാവുകയാണ്.